നമ്മളെല്ലാവരും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒന്ന് ചെക്ക് ആക്കിച്ചു. അപ്പോൾ ഇതിനകത്ത് സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം ഉള്ള എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മളൊരു pH കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നല്ല ബ്ലൂ ആയിരിക്കണം. പക്ഷേ ഇവിടെ ബ്ലൂ അല്ല, പച്ചയല്ല, മഞ്ഞ കളർ പോലും കഷ്ടിച്ച് കിട്ടുന്നില്ല. നമ്മളോട് WHO അല്ലെങ്കിൽ EPA ഒക്കെ നിർദ്ദേശിക്കുന്നത് 7 pH 9 pH ഇടയ്ക്കുള്ള വെള്ളം കുടിക്കണമെന്നാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം 7 pH ഉള്ളതാണെന്നാണ്. നാച്ചുറലി നമുക്ക് എങ്ങൊന്നും 7 pH ഉള്ള വെള്ളം കിട്ടുന്നില്ല. ഞാൻ അതുകൊണ്ട് ലാബിൽ നിന്ന് ഒരു 7 pH വെള്ളം മേടിച്ചു. അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്കായി കാണിച്ചു തരാം. ഇതിനകത്ത് pH കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ കിട്ടും. ഇതാണ് 7 pH ഉള്ള ന്യൂട്രൽ വാട്ടർ എന്ന് പറയുന്നത്. ഒരു മിനറൽസോ കെമിക്കൽസോ ഇല്ലാത്ത വെള്ളം, അത് മഴയാകാം, വേറെ ഏതെങ്കിലും സോഴ്സ് ആകാം, നമ്മുടെ മണ്ണിൽ പതിച്ചിട്ട് ഇത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സിലെത്തുമ്പോൾ ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം ഉള്ള മിനറൽസുകൾ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ആയിട്ടാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ എത്തുന്നത്. നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ മിനറൽസ് അടങ്ങി ഈ ഒരു വെള്ളത്തിനും 7 pH പോലും കിട്ടാത്ത എന്താണ്, ഇത് അസിഡിക് ആവാനുള്ള കാരണം എന്താണെന്ന്? ഏത് മിനറൽസ് വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാലും ഈ ഒരു ന്യൂട്രൽ വാട്ടർ എന്നുള്ള വെള്ളം ആൽക്കലൈൻ കാറ്റഗറിയിൽ കൺവേർട്ട് ആവും. ഞാനിപ്പോൾ ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് കാൽസ്യം മിക്സ് ആയി കാണിച്ചു തരാം. ഇതിനകത്ത് സോഡിയം ഇടാം, മാഗ്നീഷ്യം ഇടാം, കാൽസ്യം ഇടാം, എന്തിട്ട് കഴിഞ്ഞാലും ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ആൽക്കലൈൻ കാറ്റഗറിയിലോട്ട് പോയി. അപ്പം മിനറൽസ് അടങ്ങി ഈ ഒരു വെള്ളത്തിനും ഇതേ ക്വാളിറ്റി അല്ലേ കാണിക്കേണ്ടത്? പക്ഷെ ഇത് നമുക്ക് അസിഡിക്കലാണ് കിട്ടുന്നത്. പണ്ടൊക്കെ നമുക്ക് വെള്ളം ഈ കാറ്റഗറിയിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു അവസ്ഥയെ ഒരു 19 വർഷം കഴിയുമ്പം ഇതിനേക്കാളും വേഴ്സ് ആവും ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഈ ഒരു അവസ്ഥയ്ക്ക് മെയിൻ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. കാരണം നമ്മൾ ടോയ്ലറ്റിലും ബാത്റൂമിലും പാത്രം കഴുകിയും തുണി കഴുകിയും അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിച്ചും ഫാക്ടറികളിൽ ഉപയോഗിച്ചും വെള്ളം പുറന്തള്ളുന്നത് പലതരം കെമിക്കൽ മിക്സ് ആക്കിയിട്ടാണ്. ഈ മിനറൽസുകൾ വെള്ളത്തിൽ മിക്സ് ആവുന്ന പോലെ ഈ കെമിക്കൽസുകളും വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ട്. ആ കെമിക്കൽ മിക്സ് ആകുന്നതിന്റെ അളവനുസരിച്ച് ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി ഓരോ ദിവസം പോകുന്നവരും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഈ വെള്ളത്തിനകത്തോട്ട് ഒരു കുറച്ച് കെമിക്കൽ മിക്സ് ആയി കാണിച്ചു തരാം, എന്ത് മാറ്റം ഉണ്ടാകുന്ന നോക്കിയാൽ മതി. ഇപ്പം നീല എന്നുള്ളത് ഡാർക്ക് ഗ്രീനിലോട്ട് മാറി. ഇനി കുറച്ചുകൂടെ കെമിക്കൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് യെല്ലോയിലോട്ട് പോകും. ഇനി കുറച്ചുകൂടി കെമിക്കൽ ഇതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് റെഡിലോട്ട് മാറും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഈ മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ വെള്ളത്തിനകത്ത് ക്രമാതീതമായിട്ടുള്ള കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന കാലമെല്ലാം നമ്മൾ ഇതേ വെള്ളം തന്നെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസിനെയും കെമിക്കൽസിനെയും രണ്ടായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഏതെങ്കിലും വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഈ വെള്ളത്തിനെ തിളപ്പിച്ചാലോ അതായത് പ്യൂരിഫയറിലോ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇന്നത്തെ മിനറൽസിനെയോ കെമിക്കൽസിനെയോ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പ്യൂരിഫയർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് മിക്സ് ആയ മിനറൽസുകളെയും കെമിക്കൽസുകളെയും കംപ്ലീറ്റ് അരിച്ച് മാറ്റിയിട്ട് പ്യൂറായിട്ടൊരു വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പ്യൂർ ആയി കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് മിനറൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിൽ ദോഷം ചെയ്യത്തില്ലേ? ഈ സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അയൺ പോലുള്ള മിനറൽസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസിന്റെ വളർച്ചയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസുകളാണ്. അപ്പോൾ ഇതെല്ലാം അരിച്ചു മാറ്റി കഴിഞ്ഞാൽ വെള്ളം ഒന്നാമത്തെ കാര്യം അസിഡിക്കാവും, രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷവും ചെയ്യും. ജപ്പാനിൽ വർഷങ്ങളോളം നടന്ന റിസർച്ചിലാണ് അവർക്ക് മനസ്സിലായത് വെള്ളത്തിനകത്ത് കെമിക്കൽസുകളെയും മിനറൽസുകളെയും ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി പ്ലാന്റ് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് അവർ ഇതുപോലത്തെ ഒരു എക്യുപ്മെന്റ് ഇൻവെന്റ് ചെയ്തു. ഇതിന്റെ പേര് കങ്കൻ വാട്ടർ അയണൈസർ എന്നാണ്. നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഈ ഒരു വെള്ളം ഈ ഡിവൈസിലൂടെ കടന്നു പോകും. ഇതിനകത്ത് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്ന പ്ലേറ്റുകൾ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് മിനറൽ കണ്ടന്റുകളെ അബ്സോർവ് ചെയ്തിട്ട് ഇത് മുകളിൽ കൂടെ മാറ്റിത്തരും. ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് നാച്ചുറൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഹയസ്റ്റ് ആന്റിഓക്സിഡന്റ് ആയിരിക്കും, ആക്റ്റീവ് മിനറൽസ് ഉണ്ടായിരിക്കും, വെള്ളത്തിന്റെ കട്ടി വളരെ കുറവായിരിക്കും. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം ഹൈലി ഹൈഡ്രോജൻ റിച്ച് ആയിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വെള്ളം മിനറൽ ബേസ് ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ pH കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്ലൂ കളറിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇത് ആനോഡായിട്ട് പ്രവർത്തിക്കുന്ന പ്ലേറ്റുകൾ ഈ വെള്ളത്തിൽ അടങ്ങിയുള്ള കംപ്ലീറ്റ് കെമിക്കൽ കണ്ടന്റ് ആണ് താഴെ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് എന്തൊക്കെ കെമിക്കൽ മിക്സ് ആയിട്ടുണ്ടോ അതെല്ലാം ഇത് താഴെ കൂടെ സെപ്പറേറ്റ് ചെയ്ത് തരും. ഇതിപ്പോൾ കെമിക്കൽ ബേസ് ആയതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ pH കൂടെ ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് റെഡിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് പോയിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ഇത് താഴെ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു. ആ വെള്ളത്തിൽ എന്തൊക്കെ മിനറൽസ് ഉണ്ടായിരുന്നോ ഇതെല്ലാം മുകളിൽ കൂടെ കിട്ടി. ലോകത്തിലെ വേറെ ഏതെങ്കിലും വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിന് ഇതുപോലെ വെള്ളത്തിന്റെ സെപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ റിയാലിറ്റിയിൽ ഈ രണ്ട് വെള്ളത്തിന്റെ കോമ്പിനേഷനാണ് വെള്ളത്തിന്റെ രൂപത്തിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനത്തുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും ദോഷം ചെയ്യില്ലെന്ന്? ചില വിദ്വാന്മാർ പറയുന്നത് ഈ ഒരു വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാലും ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല, ശരീരം എല്ലാം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ്. നമ്മുടെ ശരീരത്തിൽ കിഡ്നി എന്ന് പറയുന്ന ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ഉള്ള ഒറ്റ അഹങ്കാരത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പറയുന്നത്. ഈ ഒരു വെള്ളം നമ്മൾ ഇങ്ങനെ തന്നെ കുടിച്ചിരുന്നെങ്കിലും ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ കിഡ്നിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം ഉള്ള മിനറൽസുകൾ ഇത് ശരീരത്തിലോട്ട് ജനറേറ്റ് ചെയ്യും. കാരണം ശരീരത്തിന്റെ pH ബാലൻസിന് ഈ മിനറൽസുകളെല്ലാം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കെമിക്കൽ കണ്ടന്റുകളെ ഇത് ശരീരത്തിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മുടെ കിഡ്നിക്ക് 10, 100, 1000 മടങ്ങ് ഫംഗ്ഷൻ ചെയ്യേണ്ടി വരും.
ആക്ച്വലി നമ്മുടെ കിഡ്നി ചെയ്യേണ്ടത് ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ അല്ലേ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ കിഡ്നി എത്ര കാലത്തോളം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇതിന്റെ പാർശ്വഫലങ്ങളാണ് ഇന്ന് പല രോഗങ്ങളുടെ രൂപത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.